ഞാനൊരിക്കലും അവിടെ എത്തട്ടെ, ഇപ്പോഴത്തെ ലെവലൊക്കെ ഒന്ന് മാറട്ടെ, ഞാൻ മുകളിലെത്തിയിട്ട് ഇതുപോലൊക്കെ പെരുമാറാമെന്നാണ്. അങ്ങനെ ഭയങ്കര വലിയ പൊസിഷനുള്ള ആളാണ് അല്ലേന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു അത് എങ്ങനെയാണ് മനസ്സിലായെന്ന് ചോദിച്ചു. അല്ലാതെ അവരുടെ പെരുമാറ്റം കണ്ടാൽ നമുക്കറിയാമെന്ന് പറഞ്ഞു. അത് എന്താണെന്ന് ചോദിച്ചു. ആദ്യം വരുമ്പോൾ തന്നെ ഹോട്ടലിൽ വന്നിരുന്നാൽ തന്നെ ഒരു ഡ്രിങ്കിങ് വാട്ടർ കൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ താങ്ക് യു പറയും. നമ്മുടെ ഇവിടെയുള്ള സാധാരണ ആൾക്കാരാണ് എന്ത് ചെയ്യും, വരാൻ താമസം എന്ന് പറഞ്ഞാൽ അവനെ അന്നേരം പോലെ ചീത്ത വിളിക്കാതെ അവിടെ നിന്ന് തുടങ്ങുകയാണ് നമ്മുടെ പരിപാടി. എന്നാണ് ഇത്രയും നല്ല ഹോട്ടലിൽ നമ്മൾ കയറി നിന്നിട്ട് എത്ര സമയമായെന്ന് പറഞ്ഞ് മറ്റേ മറിച്ച് അന്ന് തുടങ്ങായി. നമ്മുടെ മുടിയൊക്കെ എഴുന്നേറ്റ് നിന്ന് സാധനം തുടങ്ങുക. നമ്മൾ പരമാവധി എങ്ങനെ മറ്റുള്ള ആൾക്കാരെ എങ്ങനെ ഇത് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് നടക്കുമ്പം അവരൊന്നും ആദ്യം തന്നെ താങ്ക് യു പറയും വെള്ളം കൊണ്ട് കൊടുത്തതിന്. അത് കഴിഞ്ഞ് പ്ലേറ്റ് എടുത്തുകൊണ്ട് ഇപ്പോൾ ബുഫേ കൗണ്ടറിലേക്കാണ് പോകുന്നെങ്കിൽ അവർക്കറിയാൻ മേലാത്ത ഫുഡ് ഒരു സ്പൂണിലെടുത്തിട്ട് പ്ലേറ്റിൻ്റെ സൈഡ് വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കും. ഇവർക്ക് കഴിക്കാമെങ്കിൽ മാത്രമേ സാധനം എടുക്കുകയുള്ളൂ. എടുത്തിട്ടുണ്ടെങ്കിൽ കഴിച്ച് ക്ലീനായിട്ട് പ്ലേറ്റോടെ വെച്ചേക്കും. കഴുകേണ്ട പോലും ആവശ്യമില്ല, അത്രയ്ക്ക് നീറ്റായിരിക്കും പ്ലേറ്റ്. അതവിടെ വെച്ചതിന് ശേഷം അവർ വന്നവർ ബില്ല് അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ബില്ലിൻ്റെ കൂടെ അവന് ടിപ്പും വെച്ചിട്ടുണ്ടാവും, ടിപ്പുണ്ടാവും. ഇത് കൂടാതെ താങ്ക് യു പറയും. നല്ല സർവീസാണെന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അതിനെ കാണാവുന്ന നല്ലൊരു സാധനം കണ്ട് എത്തിയാൽ അപ്രീഷിയേറ്റ് ചെയ്ത് പറ്റുമെങ്കിൽ തോളിൽ തട്ടും തട്ടിയിട്ട് അവർ പോകും. ഇതുപോലുള്ള ആൾക്കാരാണ് ഒരു ഹയർ ലെവലിലേക്ക് വളരുന്ന ആൾക്കാരുടെ ബിഹേവിയറൊക്കെ ഈ ഏത് ലെവലിൽ നമ്മൾ പഠിച്ചെടുത്താൽ മാത്രമേ അതിപ്പോൾ പ്രാക്ടീസ് ചെയ്താലേ നമ്മൾ ഹയർ ലെവലിൽ എത്തുള്ളൂ. അതായത് ഞാനൊരിക്കലും അവിടെ എത്തട്ടെ, ഇപ്പോഴത്തെ ലെവലൊക്കെ ഒന്ന് മാറട്ടെ, ഞാൻ മുകളിലെത്തിയിട്ട് ഇതുപോലൊക്കെ പെരുമാറാമെന്നാണ് പല ആൾക്കാരും വിചാരിച്ചിരുന്നത്. ഒരിക്കലും എത്തിയില്ല.